1000 ആണ്ട് വാഴ്ചയുടെ പഠന പരമ്പരയിലേക്ക് ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമേറിയ ഈ പ്രഭാത യാമത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ കൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മനോഹരമായ നിമിഷങ്ങൾ നിങ്ങളുമായി ഒരുമിച്ചുള്ള ഈ പ്രഭാതം എൻ്റെയും ജീവിതത്തിൽ ധന്യകരമായി തീരുന്നു എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളും ഈ പ്രഭാത ചിന്തകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രഭാത ചിന്തയിൽ 1000 ആണ്ട് വാഴ്ചയുടെ ചില ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ച എന്തുകൊണ്ടാണ് ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നത്? കാരണം നമുക്കറിയാം, നാളിതുവരെയും നമ്മൾ കണ്ടുവന്ന ഭരണങ്ങളെല്ലാം നീതിയില്ലാത്ത, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ഒരു രാജ്യത്തിലാണ് നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതം. എന്നാൽ 1000 ആണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യം അത് നീതിയും സമാധാനമുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലേഖനത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ ദൈവത്തിങ്കൽ പരിശുദ്ധാത്മാവിലുള്ള നീതിയും സന്തോഷവും ഒക്കെ വിളയാടുന്ന ഒരു മനോഹര രാജ്യം. അപ്പം ആ രാജ്യത്തിൽ അവിടുത്തെ പ്രത്യേകതകൾ എന്താണ് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, യുദ്ധവും അനീതിയും നിറഞ്ഞ ലോകത്തിന് ക്രിസ്തുവിൻ്റെ നീതിയുള്ള ഭരണത്തിൻ്റെ ആ അനുഭവം, ഇവിടെ യുദ്ധങ്ങൾ നടക്കുന്നു, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ എന്നുവേണ്ട പ്രകൃതിക്ഷോഭങ്ങൾ, രാജ്യങ്ങളോട് എതിർക്കുന്നു, ജാതിയോട് എതിർക്കുന്നു. ഇങ്ങനെയുള്ള വസ്തുതകളൊക്കെ നടമാടിയ ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ഭരണം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് എന്തൊക്കെയാണ്? യെശയ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും എന്നാണ്. അപ്പോൾ അന്ത്യകാലത്ത് യെഹോവയുടെ ആലയമുള്ള പർവ്വതം എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയാണ് എന്ന് നമുക്കറിയാം. അത് യെരുശലേമിലാണ്. അപ്പോൾ യെരുശലേമിലായിരിക്കും ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ ഭരണസിരാ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി യെശയ്യാവിൻ്റെ പുസ്തകം ഈ 2-ാം അധ്യായം അതിൻ്റെ 2, 3, 4 വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ഞാൻ വായിച്ച് ഇവിടെ നിങ്ങളെ കേൾപ്പിക്കാം. ആ വാക്യത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമ്മൾ അവിടെ വായിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് 3-ാമത്തെ വാക്യത്തിൽ, അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ച് തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. 4-ാമത്തെ വാക്യം,
അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിപ്പിക്കുകയും ഇല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭരണകാലഘട്ടത്തിൽ എന്തില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? യുദ്ധമില്ല, മറ്റുള്ള പ്രക്രിയകൾ ഒന്നുമില്ല. വളരെ സമാധാനപരമായിട്ടുള്ള ഒരന്തരീക്ഷത്തിലായിരിക്കും ഈ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഇനി യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നദ്ധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. 4-ാമത്തെ വാക്യം, അവൻ ചുമക്കുന്ന നുഖവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ച് കളഞ്ഞിരിക്കുന്നു. 5-ാമത്തെ വാക്യം, ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീക്ക് ഇരയായിത്തീരും. 6-ാമത്തെ വാക്യം, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. 7-ാമത്തെ വാക്യം, അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. 8-ാമത്തെ വാക്യം, കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ച് അത് ഇസ്രായേലിന്മേൽ വീണും ഇരിക്കുന്നു. ഇഷ്ടികകൾ വീണുപോയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും. കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞെങ്കിലും ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഡംഭത്തോടും ഹൃദയഗർഭത്തോടും കൂടെ പറയുന്ന എഫ്രൈമും ശമരിയ നിവാസികളുമായ ജനമൊക്കെയും ഇത് അറിയും. 11-ാമത്തെ വാക്യം, അതുകൊണ്ട് യഹോവ രസീൻ്റെ വൈരികളെ അവൻ്റെ നേരെ ഉയർത്തി അവൻ്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു. ഇങ്ങനെ ഈ 9 മുതൽ 11 വരെയുള്ള എല്ലാ വാക്യങ്ങളും മുൻപ് നമ്മൾ വായിച്ച വാക്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന ഒന്ന്, നീതിയോടെയുള്ള ഒരു ഭരണമായിരിക്കും ഇവിടെ കാഴ്ചവെക്കുന്നത്. അപ്പം നീതിയും സമാധാനവുമുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കേണ്ടതിന് ക്രിസ്തു 1000 ആണ്ട് വാഴ്ചയ്ക്കായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇതിൻ്റെ തുടർമാനമുള്ള ഭാഗം നാളത്തെ പ്രഭാതത്തിൽ കേൾക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.